രാജൻ പല്ലൻ 2138 വോട്ടുകൾക്ക് മുന്നിലാണ്. കുന്നംകുളത്ത് AC മൊയ്തീൻ മുന്നിലാണ്. ഹരിപ്പാട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തല 4765 വോട്ടുകൾക്ക് മുന്നിലാണ്. എന്തായിരിക്കും നിലവിലത്തെ ഒരു ചിത്രം? എങ്ങോട്ടാണ് കേരളത്തിന്റെ ഒരു പോക്ക് ട്രെൻഡ് പരിശോധിക്കുമ്പോൾ? ഇത് വലിയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്ന ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാര്യം 45 സീറ്റിൽ മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നതെങ്കിൽ 90 സീറ്റിൽ UDF ലീഡ് ചെയ്യുകയാണ്. ഇന്ദിരാഭവനിന് മുന്നിൽ കെട്ടിയ പന്തൽ അഴിക്കേണ്ടി വരും. പന്തല് വെറുതെ ആവില്ല, ലഡു ഓർഡർ ചെയ്തത് വെറുതെ ആവില്ല എന്ന് തോന്നുന്നു. പായസം വളിക്കില്ല, ഉപയോഗിക്കാൻ പറ്റും. ഒപ്പം പടക്കമൊക്കെ വലിയ തോതിൽ ഇന്നലെ തന്നെ അത് വാങ്ങി വെച്ചു. അവരുടെ ആത്മവിശ്വാസം ചെറുതല്ലായിരുന്നു. LDF അടക്കം പടക്കവും വെടിക്കെട്ടതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പകുതി വിലക്ക് വിൽക്കേണ്ടി വരുമോ? കുഴപ്പമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ ഭരണവിരുദ്ധ വികാരമില്ല എന്നൊക്കെയായിരുന്നു അവരുടെ ഒരു അവകാശവാദം. കൃത്യമായിട്ട് തന്നെ പറഞ്ഞാൽ എക്സിറ്റ് പോളുകളെല്ലാം വളരെ കൃത്യമായിട്ട് UDFന് അനുകൂലമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തിയപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, എക്സിറ്റ് പോളുകൾ നോക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ മാറി മറിഞ്ഞ ചരിത്രം കേരളത്തിൽ ഉണ്ടെന്നുള്ളതായിരുന്നു. അതല്ല എക്സാക്ട് പോൾ. യഥാർത്ഥ ചിത്രം പരിശോധിക്കുമ്പോൾ ഞങ്ങൾ മുന്നിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതായിരുന്നു LDFന്റെ അവകാശവാദം. പക്ഷേ അവകാശവാദങ്ങൾ തെറ്റാവുകയാണോ എന്ന് അറിയേണ്ടി ജയശങ്കറെ, പത്തനാപുരത്ത് ഗണേഷ് കുമാർ പിന്നിലാണ്. ചെറിയൊരു കാര്യമല്ല കേട്ടോ. പത്തനാപുരം പറഞ്ഞ കണക്ക് ഗണേഷ് കുമാറിന് വലിയൊരു സ്വാധീനമുള്ള ഒരു മണ്ഡലം. അത്തരത്തിൽ അദ്ദേഹം പിന്നിൽ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതുചിത്രം ചെറിയ കാര്യമല്ല. ഒരുപക്ഷെ അത് ഭരണവിരുദ്ധ വികാരത്തിന്റെ ഭാഗമായിട്ടാകാം ഗണേഷ് കുമാറൊക്കെ പിന്നിൽ പോകുന്നത്. നമ്മൾ ഒരു മന്ത്രി എന്ന നിലയിൽ ഗണേഷ് കുമാറിനെ നോക്കുകയാണെങ്കിൽ എനിക്കൊന്നു KSRTC ഒക്കെ ഇത്രത്തോളം രക്ഷപ്പെടുത്താൻ, രാഷ്ട്രീയം പറയല്ല, KSRTC ഒക്കെ ഇത്രത്തോളം രക്ഷപ്പെടുത്തി കൊണ്ടുവന്ന അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ടൊരു അവസ്ഥയിലേക്ക് എത്തിച്ചൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിൽ പോകുന്ന ഒരു അവസ്ഥ ചെറിയ കാര്യമല്ല. കാര്യം പറയുന്നത് KSRTC കൂപ്പുകുത്തി കിടന്നിരുന്ന ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത, ഈ അലവൻസ് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്ന് KSRTC ജീവനക്കാരെ കൃത്യമായിട്ട് തന്നെ ശമ്പളം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഏകദേശം കാര്യങ്ങൾ എത്തിച്ച KSRTCയെ കൃത്യമായിട്ട് തന്നെ ഡിപ്പാർട്ട്മെന്റിന് മുന്നിലേക്ക് കൊണ്ടുവരാനായിട്ട് നിരവധിയായിട്ടുള്ള പ്രത്യേക KSRTC ബസ്സുകളിൽ പരിഷ്കരണം കൊണ്ടുവന്നു. അതുപോലെ തന്നെ ചില രക്ഷപ്പെടുത്താൻ നോക്കിയ ആത്മാർത്ഥമായി നമുക്ക് പറയാൻ സാധിക്കും ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പിന്നിൽ പോകുന്ന ഒരു അവസ്ഥയുണ്ട്. നമ്മൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ കൂടി കേരളം മൊത്തത്തിൽ പരിശോധിച്ചാൽ 90 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുമ്പോൾ 45 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. എടുത്തു പറയട്ടെ, NDA ഇപ്പോഴും ആ 5 സീറ്റിൽ അവരുടെ ലീഡ് കൃത്യമായി തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. 4-5 ആ ഒരു നിലയിൽ തന്നെ LDFന്റെ ലീഡ്, NDAയുടെ ലീഡ് അവർ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരു ഘട്ടത്തിൽ പോലും 4 സീറ്റിൽ താഴേക്ക് NDA പോകുന്ന അല്ലെങ്കിൽ ലീഡിൽ താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും 90 സീറ്റിൽ ഒരു ചുവപ്പുമായിരുന്നോ എന്ന് സംശയിക്കേണ്ട ഒരു അവസ്ഥ അല്ലേ? വെറുതെ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ ജീവൻ മരണ പോരാട്ടമാണ്. ഈ കേരളത്തിലെ ഭരണം കൂടി നഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ത്യയിലെങ്ങും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമില്ല അല്ലെങ്കിൽ ഭരണത്തിലില്ല എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് ചിത്രത്തിലേക്കാണോ കാര്യങ്ങളുടെ പോക്കെന്ന് അറിയേണ്ടി വരും. UDFന് അനുകൂലമായ ട്രെൻഡാണ് നിലവിൽ കേരളത്തിലുള്ളത്, ഇല്ലേ? കൃത്യമായിട്ട് തന്നെ UDF 90 സീറ്റുകളിൽ ലീഡ് നില ഉയർത്തുന്നു എന്നുള്ളതാണ്. 91 ആയിരിക്കുന്നു. UDF 91 ഇടങ്ങളിൽ സീറ്റ് ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു. 44 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു LDFന്റെ ലീഡ് നില. 5 സീറ്റിൽ NDA ഇപ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ UDF തൂക്കും എന്ന് തോന്നുന്നു അല്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പറയേണ്ടി വരും. ഈ പറഞ്ഞ പോലെ തന്നെ കനൽ ഒരു തരി പോലും കേരളത്തിൽ നിന്നും അപ്രത്യക്ഷമാകുമോ എന്നുള്ള കാര്യം കൂടി കണ്ടറിയാണ്. പക്ഷേ പറഞ്ഞ കണക്ക് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് LDF എത്തുന്നു എന്നുള്ള ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം UDF 91 ഇടങ്ങളിലേക്ക് ലീഡ് നില വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുണ്ടെങ്കിൽ LDF 45 ഇടങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുകയാണ്. NDA 5 ഇടങ്ങളിൽ ലീഡ് നില മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. 4-5 എന്നുള്ള സ്റ്റേബിൾ ആയിട്ടുള്ള കണക്കിലേക്ക് പോകുന്നു. UDFനെ സംബന്ധിച്ചൊരു തകർപ്പൻ തുടക്കമാണ്. NDA സംബന്ധിച്ചും മോശമല്ല, പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. 5 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. LDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായ ഒരു അവസ്ഥയാണ് തുടക്കഘട്ടത്തിലുള്ളത്. അപ്പം 45 സീറ്റുകളിൽ മാത്രമാണ് നിലവിൽ LDF ലീഡ് ചെയ്യുന്നത്. UDF അതേസമയം തന്നെ ഇരട്ടിയിലധികം സീറ്റ് 90 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലെ കാര്യം എടുക്കുകയാണെങ്കിൽ LDF അവരുടെ കോട്ടകളായിട്ട് വർഷങ്ങളായിട്ട് തുടർന്നു പോയിരുന്ന പല സ്ഥലങ്ങളിലും LDFിലെ നേതാക്കളൊക്കെ പിന്നിൽ പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അവരുടെ തന്നെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും LDFന് തിരിച്ചടി ഉണ്ടാകുന്ന ഒരു ചിത്രത്തിലേക്ക് തിരുവനന്തപുരത്ത് പോലും UDFന്റെ തിരിച്ചുവരവാണ്. തിരുവനന്തപുരത്ത് പോലും UDFന്റെ തിരിച്ചുവരവാണ്. CP ജോൺ ആണല്ലേ മുന്നിൽ. സുധീർ കരമന പിന്നിൽ തന്നെയാണ് ഇപ്പോഴും. അതെ. എന്തായാലും നെയ്യാറ്റിൻകരയിൽ പരിശോധിക്കുകയാണെങ്കിൽ N ശക്തൻ പിന്നിലായിരിക്കുന്നു. പേരാമ്പ്രയിൽ TP രാമകൃഷ്ണൻ മുന്നിലാണ്. നാട്ടികയിൽ ഗീതാ ഗോപി 1352 വോട്ടുകൾക്ക് മുന്നിൽ ആയിരിക്കുന്നു. അതുപോലെ തന്നെ UDF 89 ഇടങ്ങളിൽ കൃത്യമായിട്ട് തന്നെ ലീഡ് നില ഉയർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ള കാര്യമാണ്. എന്തായാലും ഈ തൂക്കി ചുവന്ന കരങ്ങളിൽ എന്നൊക്കെയുള്ള പാട്ടുകൾ പോലെ നീലക്കരങ്ങൾ കേരളം തൂക്കുമോ എന്നുള്ള കാര്യമാണ് കണ്ടറിയേണ്ടത്. എന്തായാലും ആ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. വളരെ അനുകൂലമായിട്ടുള്ള UDFന് അനുകൂലമായിട്ടുള്ള ഒരു ചിത്രം കേരളത്തിലെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ UDFന് വളരെ കൃത്യമായിട്ടുള്ള മുൻതൂക്കം കൊടുക്കുന്ന ചിത്രമാണ് കേരളത്തിലുള്ളത്. 89 ഇടങ്ങളിൽ UDF മുന്നിലാണെങ്കിൽ 46 ഇടങ്ങളിൽ മാത്രമാണ് ഇടതുപക്ഷ മുന്നണിക്ക്
ലീഡ് നില ഉയർത്താൻ കഴിഞ്ഞിട്ടുള്ളത്. എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയോ? പിണറായി പിന്നിൽ പോയിരിക്കുന്നുള്ളതാണ്. ധർമ്മടത്ത് പിണറായി പിന്നിൽ പോയിരിക്കുന്നുള്ളൊരു കാഴ്ച കൂടി വരികയാണ്. അത് ചെറിയ കാര്യമല്ലോ, പിന്നിൽ പോയി. അതൊരു ചെറിയ കാര്യമല്ല, അതൊരു ആകെ ചിത്രം അത് തന്നെയാണ്. പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പിണറായി പിന്നിൽ പോകുന്നു എന്ന് പറയുമ്പോൾ, അവരുടെ അപ്പോസ്തലൻ, അവരുടെ നേതാവ് പിന്നിൽ പോയി എന്ന് പറയുമ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ എന്ന് പോലും പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ 1821 വോട്ടിന് മുന്നിലാണ്. സന്ദീപ് വാര്യർ 1821 വോട്ടിന് തൃക്കരിപ്പൂരിൽ ലീഡ് ചെയ്യുന്നു എന്നൊരു അവസ്ഥ കൂടിയുണ്ട്. പിണറായി വിജയൻ പിന്നിൽ പോയിരിക്കുന്നു. ചെറിയ കാര്യമല്ല. ഈ പറഞ്ഞ കണക്ക് അത് LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാന പ്രശ്നമാകുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് LDF-ന്റെ ഒരു സംവിധാനം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാമാണ് LDF-നെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ. മുഖ്യമന്ത്രി എന്നുള്ളൊരു പദം മാത്രമല്ല, അദ്ദേഹം തന്നെയാണ് LDF-ന്റെ അവസാന വാക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാന വാക്ക്. പിണറായി വിജയൻ പിന്നിൽ പോയിരിക്കുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശാജനകമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ്. ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിൽ അത് തിരികെ കയറി വരുമായിരിക്കാം. എങ്കിൽ പോലും അത് നിസ്സാര കാര്യമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പിന്നിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അത് ഒരു ചെറിയ കാര്യമല്ല. വളരെ അടുത്ത കാലത്ത് അങ്ങനത്തെ ഒരു ഇലക്ഷൻ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. റീസെന്റ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ അദ്ദേഹം പിന്നിൽ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നു. ഒരു മിനിറ്റ് അല്ലെങ്കിൽ 5 നിമിഷമെങ്കിൽ പോലും അത് നമുക്ക് ചെറിയ കാര്യമായിട്ട് കൂട്ടാൻ സാധിക്കില്ല. കാര്യം ശക്തി പ്രതാപ കേന്ദ്രങ്ങളിലെല്ലാം LDF പിന്നിലേക്ക് പോകുന്ന കാഴ്ച, ഒരു ഡസൻ മന്ത്രിമാരോളം തോക്കുമെന്ന് UDF-ന്റെ നേതാക്കളും പ്രതിപക്ഷ നേതാവും അടക്കം പറഞ്ഞ ഒരു കാഴ്ച സത്യമാണോ? ഏറ്റുമാനൂരിൽ VN വാസവൻ ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. UDF-ന്റെ നാട്ടകം സുരേഷാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നത്. മന്ത്രി VN വാസവൻ പിന്നിലാണ്. നാട്ടകം സുരേഷ് അവിടെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും പറഞ്ഞ വളരെ കൃത്യമായിട്ട് തന്നെ കേരളത്തിൽ UDF-ന്റെ തരംഗമുണ്ടാകുന്നോ, UDF-ന്റെ കാറ്റ് മാറുന്നോ എന്നുള്ള അങ്ങോട്ട് തന്നെയാണല്ലേ. പിണറായി വിജയൻ പിന്നില്ല. മന്ത്രിമാര് പലരും പിന്നില്ല. എന്ത് പിന്നിലാണ്? അങ്ങനെ തുടങ്ങി നോക്കുമ്പോ കാണാനില്ല. അതുകൂടെ എടുത്തു തരണം. ഇടക്കിടക്ക് വിജയ കാര്യം കൂട്ടുകാരനാണല്ലോ. ഞാനും അച്ഛനും കൂടെ ഒരുമിച്ച് സമയം രണ്ടുപേരെയും കാണാനില്ല. ജയശങ്കർ ഇപ്പൊ ചോദിച്ചാ ഒരു കോടി കിട്ടും. കാണാനില്ല. അബിൻ വർക്കി മുന്നിൽ തന്നെയാണ് കേട്ടോ. 3905 വോട്ടുകൾക്ക് അബിൻ വർക്കി കൃത്യമായി ലീഡ് ഉയർത്തുകയാണ്. ആറന്മുളയിൽ മന്ത്രി വീണ ജോർജ് ഇപ്പോഴും പിന്നിൽ തന്നെയാണ്. അതിപ്പോഴല്ല, കുറെ സമയമായി വീണ ജോർജ് പിന്നിൽ തന്നെയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി അബിൻ വർക്കി അവിടെ വ്യക്തമായ ലീഡ് ആറന്മുള മണ്ഡലത്തിൽ നിലനിർത്തുന്നു. ഏതാണ്ട് 4000-നടുത്തോളം അദ്ദേഹം ഇപ്പോഴും ലീഡ് ചെയ്യുകയാണ്. ഒരു ഘട്ടത്തിൽ കുറെ സമയം ആറന്മുളയിൽ ഉണ്ടായിട്ടില്ല. വീണ ജോർജിനെ കാണാനില്ല കുറെ സമയമായി. കോൺഗ്രസ് ജയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അബിൻ. അത് വീണത് മോശമായിട്ടല്ലോ. അബിൻ വർക്കി അതിന് ഡിസർവിംഗ് ആണ്. അതുകൊണ്ടാണ് അതുപോലെ എനിക്ക് ജയിക്കുന്ന ആഗ്രഹമുള്ളതാണ്. ഇതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന റിയാസ്.
ഇപ്പോഴും UDF വ്യക്തമായ ലീഡ് നിലനിർത്തുകയാണ്. 95 സീറ്റുകളിൽ UDF ലീഡ് ചെയ്യുന്നു. 41 സീറ്റിൽ മാത്രമാണ് LDF നിലവിൽ ലീഡ് ചെയ്യുന്നത്. 41ലേക്ക് LDF ചുരുങ്ങിയിരിക്കുന്നു, ചുവപ്പുമായിരുന്നു. 23 ശൈലജ ടീച്ചർ പിന്നിലായിരുന്നു. ഇപ്പോൾ ശൈലജ ടീച്ചർ 23 വെറും അങ്ങനെയല്ല. തീർച്ചയായും കപ്പൽ മറിയാനുള്ള സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. നിലവിലെ ഒരു സാഹചര്യം കാണുമ്പോൾ 51ലേക്ക് ഓക്കെ 95 ഇടത്ത് ഇപ്പോഴും UDF ലീഡ് ചെയ്യുന്നു. 41 ഇടത്ത് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. NDA 5 സീറ്റിൽ നിന്ന് 1 സീറ്റ് കുറഞ്ഞ് 4ലേക്ക് പോയിരിക്കുകയാണ്. LDF എടുത്തു പറയേണ്ടത് ക്യാപ്റ്റൻ ഇത്തവണ തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ അതായത് പിണറായി വിജയനായിരുന്നു ക്യാപ്റ്റൻ. പിണറായി വിജയനെ മുന്നിൽ നിർത്തിയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിടുന്നത്. എന്നാൽ ആ ക്യാപ്റ്റന്റെ അടിതെറ്റുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്യാപ്റ്റൻ തന്നെ പിന്നിൽ അതെ, ക്യാപ്റ്റൻ തന്നെ പിന്നിൽ. ഈ കപ്പൽ ആടി ഉലയുകയില്ല സാറെന്ന് പറഞ്ഞത് കപ്പൽ ആടി ഉലഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ആടി ഉലഞ്ഞു തുടങ്ങിയെന്ന് മാത്രമല്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. 95 UDF ഉയർത്തുകയാണ്. 100 എന്ന അക്കത്തിലേക്ക് കടക്കുകയാണ് കാര്യമില്ലേ. 100 അടുപ്പിക്കുകയാണ് UDF. 95 ഇടങ്ങളിൽ VD സോഷ്യലിന്റെ വാക്കുകൾ പൊന്നായി പറഞ്ഞ സാഹചര്യം ഉണ്ടാവുന്നത്. VD സോഷ്യലിന്റെ മുകളിലേക്ക് പോകുന്നു പറഞ്ഞിട്ട് VD സോഷ്യലിന്റെ ഓരോ വാക്കുകൾ പൊന്നായി പറഞ്ഞ സാഹചര്യം ഉണ്ടാവുന്നത്. ഇപ്പോ ഇത്തവണ തെരഞ്ഞെടുപ്പ് തൂക്കിയത് VD സോഷ്യലാണെന്ന് പറയേണ്ടി വരും. ഈ സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. കാരണം കഴിഞ്ഞ തവണ എല്ലാവരും നോക്കിയത് VD സോഷ്യലിനെതിരെ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിൽ പോലും VD സോഷ്യലിന്റെ പടയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ VD സോഷ്യൽ പറഞ്ഞത് പൊന്നായി മാറിക്കൊണ്ടിരിക്കുന്നു. വെങ്കല തകട്ടിൽ എഴുതുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 95 സീറ്റിനോട് അടുത്തിരിക്കുന്നു. 41 ഇടങ്ങളിൽ മാത്രം LDF 41 ഇടങ്ങളിലേക്ക് മാത്രം LDF ലീഡ് ചുരുക്കേണ്ടി വന്നു. 95 ഇടങ്ങളിലേക്ക് 100 എന്നുള്ള ആ മാന്ത്രിക സംഖ്യയിലേക്ക് ലീഡ് ഉയരുമോ എന്നുള്ള രീതിയിലേക്കാണ് കേരളത്തിൽ ട്രെൻഡ് പോകുന്നത്. മൊത്തത്തിൽ കേരളത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ലീഡ് ചിത്രം മൊത്തത്തിൽ കാര്യങ്ങൾ എക്സിറ്റ് പോളുകൾക്ക് പ്രവചിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എത്തുകയാണ്. ചുവപ്പിന് കാലിടുന്ന നേരമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതോ ചുവപ്പ് പൊട്ടണം തകർന്ന് തരിപ്പണമാവുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. രാഹുലിനോട് നേരത്തെ ചോദിച്ചൊരു കാര്യം വീണ്ടും ചോദിക്കുന്നത് UDF നോക്കോ? തീർച്ചയായും 95 സീറ്റിൽ UDF ലീഡ് ചെയ്യുകയാണ്. വ്യക്തമായ ഒരു ആധിപത്യം അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവ് UDF നടത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി ഇതിൽ നിന്ന് പിന്നിലേക്ക് പോകാനുള്ള സാഹചര്യം അത് വളരെ സാധ്യത കുറവാണ്. ഉറപ്പിച്ചു തൂക്കി UDF തൂക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ഡയലോഗ് പറഞ്ഞത് 10 വർഷം മുന്നാടി എപ്പടി പോകണം അപ്പടി തിരിച്ചു വന്നിട്ടുണ്ട്. അതെ തീർച്ചയായും അതേപോലെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ക്യാപ്റ്റന്റെ മാത്രമല്ല ക്യാപ്റ്റൻ ഉണ്ടായിരുന്ന ഓരോരുത്തരുടെയും കണക്കുകൾ തെറ്റിയാണ്. പല മന്ത്രിമാരും പിന്നിൽ പോയിരിക്കുന്നു. VD സോഷ്യലിന്റെ വാക്കുകൾ ഓരോന്നും ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒരു ഡസനാണ് പറഞ്ഞിരുന്നത്. ഒരു ഡസൻ പറഞ്ഞ സാധനം ഒരു ഡസൻ പറഞ്ഞത് ഓരോ തവണയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ തരത്തിലുള്ള മാറ്റങ്ങളാണ്. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ നോക്കിയാൽ മതി 96 അടുത്താണ് UDF LDF 39ലേക്ക് താഴ്ന്നിരിക്കുന്നു. 39 ഇടങ്ങളിൽ മാത്രം LDF ലീഡ് 97 ഇടങ്ങളിലേക്ക് 100 എന്നുള്ള സംഖ്യയിലേക്ക് UDF വെച്ചടി കയറിയാണ്. 100ലേക്ക് ലീഡ് നിലവിലുന്ന UDF സെഞ്ചുറി അടിക്കോ എന്തോന്നു? രാഹുലാണ് ഇപ്പൊ പറയേണ്ടത്. രാഹുൽ മിണ്ടാകുന്ന കാര്യമില്ല. രാഹുൽ പറ UDF സെഞ്ചുറി അടിക്കോ? തീർച്ചയായും 98 സീറ്റിലേക്ക് UDFന്റെ ലീഡ് നില ഉയർന്നിരിക്കുന്നു. 38 LDF ലീഡ് നില താഴ്ന്നിരിക്കുകയാണ്. 38 സീറ്റ് മാത്രമാണ് LDF ലീഡ് ചെയ്യുന്നത്. 98 ഇടത്ത് UDF ലീഡ് ചെയ്യാണ്. 98 മണ്ഡലങ്ങളിൽ ഇതേ സാഹചര്യമാണ് മുന്നോട്ട് പറഞ്ഞ് UDF പറഞ്ഞ പോലെ VD സോഷ്യൽ പറഞ്ഞ പോലെ ഭരണവിരുദ്ധ വികാരം ശക്തമായി ഉണ്ടെന്ന് പറയേണ്ടി വരും. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പലതരത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടുണ്ട്. അത് ആ കാറ്റാണ് ഇപ്പോഴത്തെ UDFനെ 100ലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നത്. പലയിടത്തും LDFന്റെ പ്രമുഖ നേതാക്കളടക്കം പലയിടത്തും പിന്നിപ്പോകുന്ന സാഹചര്യം ഒരു പക്ഷേ ഇതേവരെ ഉണ്ടായിട്ടുള്ള സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. UDF 100ലേക്ക് കടക്കും. ഏതാനും നിമിഷങ്ങൾക്കകം സെഞ്ചുറി അടിക്കാൻ പോവുകയാണ്. പിണറായി വിജയൻ അല്ല ക്യാപ്റ്റൻ, VD സോഷ്യലാണ് ക്യാപ്റ്റൻ കൂടി മാറ്റി പറയേണ്ടി വരും അല്ലേ? കാരണം ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ UDF 100 അടിക്കാൻ പോകുന്നു എന്നുള്ള ഏറ്റവും നിർണായകമായ നിമിഷമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചുവപ്പ് കരങ്ങളല്ല നീലക്കരങ്ങൾ കേരളം തൂക്കാൻ പോകുന്നു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കോഴിക്കുന്ന് ആശാന്റെ പടക്കമൊക്കെ LDF മാറ്റി വെച്ചായിരുന്നു. ആ പടക്കമല്ലാന്ന് ചീഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാവും. വേറെ ആർക്കെങ്കിലും പൊട്ടിക്കാൻ കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും. എന്തായാലും 100 അടിക്കാൻ UDF
തയ്യാറെടുക്കുകയാണ്. 97 ഇടങ്ങളിൽ കൃത്യമായിട്ടുള്ള ആധിപത്യം ഉറപ്പിച്ച് ലീഡ് നില ഉയർത്തി UDF കേരളത്തിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡിലേക്ക് പോകുന്നു എന്ന് പറയേണ്ട അവസ്ഥ. പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. അത് പിണറായി വിജയൻ ഇപ്പോഴും പിന്നിലാണ്. ക്യാപ്റ്റൻ പിന്നിലാണ്. അതാണ് കാര്യം. എടുത്തു പറയണം, ക്യാപ്റ്റൻ പിന്നിലാണ്. ക്യാപ്റ്റൻ പിന്നിലാകുമ്പോൾ സ്വാഭാവികമായിട്ട് മറ്റുള്ളവർ പിന്നെ പറയേണ്ട കാര്യമില്ല. കപ്പൽ മുങ്ങി മുങ്ങി തന്നെയാണ്. കപ്പൽ മുങ്ങി എന്ന് പറയാൻ പറ്റുമോ? കപ്പല് മുങ്ങിയെന്ന് പറയേണ്ടി വരും. അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്ന കാര്യം. ചെറിയൊരു അന്തരമല്ല, ചെറിയ അന്തരമല്ല, അന്തരം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പകുതിയിലേറെ ലീഡ് നില വ്യത്യാസം കാണാൻ സാധിക്കും. കാഞ്ഞിരപ്പള്ളിയിൽ LDFന്റെ സ്ഥാനാർത്ഥി N ജയരാജ്, എന്റെ സ്വന്തം മണ്ഡലമാണ് കാഞ്ഞിരപ്പള്ളിയിൽ. N ജയരാജ് LDFന്റെ സ്ഥാനാർത്ഥി തന്നെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ സിറ്റിംഗ് മണ്ഡലം തന്നെയാണ്. അദ്ദേഹം തന്നെ വീണ്ടും ലീഡ് ചെയ്യാണ്. ചെറിയ 192 വോട്ടിന്റെ ലീഡാണുള്ളത്. മാറി മറിയാൻ സാധ്യതയുള്ള ഒരുപാട് സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ ഇപ്പോഴും അദ്ദേഹം തന്നെ കാഞ്ഞിരപ്പള്ളി ലീഡ് ചെയ്യുന്നു. ഗുരുവായൂർ B ഗോപാലകൃഷ്ണൻ, BJPയുടെ സ്ഥാനത്ത് B ഗോപാലകൃഷ്ണൻ പിന്നിലാണെന്ന് പറയാൻ കാര്യം എന്താ പറയുമോ, അവിടെ വലിയ തരത്തിൽ വിവാദങ്ങളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഒരു വലിയ ഫ്ലക്സ് തന്നെ വെച്ചാൽ, അതായത് മുസ്ലിം MLA-മാരുടെ പേരിൽ വെച്ചിട്ടാണ് ഇനിയും ഇത് ആവർത്തിക്കണോ എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഫ്ലക്സ് ഒക്കെ വെച്ച വിവാദമായിരുന്നു. ബാദുഷാ, ഒരു കാര്യമുള്ളത്, പല മന്ത്രിമാരും പിന്നിപ്പോയപ്പോഴും സജി ചെറിയ മുന്നിലാണ്. ചെങ്ങന്നൂർ സജി ചെറിയാൻ മുന്നിലാണ്. 700 വോട്ടാണ് എങ്കിൽ പോലും സജി ചെറിയാൻ ഇപ്പോഴും ചെങ്ങന്നൂർ ലീഡ് ചെയ്യാണ്. LDFന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് മന്ത്രി സജി ചെറിയാൻ ഇപ്പോഴും ചെങ്ങന്നൂർ ലീഡ് ചെയ്യുന്നു. ബാക്കിയുള്ള പല മന്ത്രിമാരും BN വാസവൻ, വീണ ജോർജ്, മുന്നിലാണ്. അതുപോലെ പല LDFന്റെ സ്ഥാനാർത്ഥികൾ മുന്നിലാണെങ്കിൽ പോലും പ്രമുഖ നേതാക്കളടക്കം പിന്നിലാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളടക്കം ഇപ്പോഴത്തെ പിന്നീട് ഭരിക്കുന്ന LDF 40 ആയിട്ടുണ്ട്. ചിത്രം വളരെ വ്യത്യസ്തമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രമുഖ നേതാക്കളൊക്കെ മുന്നിലാണ്, ഒരുപാട് മുന്നിലാണ്. ലീഡ് നിലയിൽ വളരെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെച്ച് കേരളം UDFന് അനുകൂലമായിട്ടുള്ള കഴിഞ്ഞ ദിവസം അബിൻ വർക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയൻ ധർമ്മടത്ത് ജയിക്കും, പക്ഷെ പല മണ്ഡലങ്ങളും പല ബൂത്തുകളും പിന്നി പോകും. കഷ്ട ജയിച്ചാലായി എന്നൊക്കെ പറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് വളരെ ജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ ഈ പിന്നി പോകുന്നുള്ളത് വലിയ നാണക്കേടാണ്. കയറി വരും. അതൊന്നും മാറ്റില്ല. പിണറായി വിജയനൊക്കെ ജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ഒരു മാറ്റമില്ല. പിണറായി വിജയൻ ക്യാപ്റ്റൻ തന്നെയാണ് ഇപ്പോഴും. പക്ഷേ പിന്നി പോവുക എന്ന് പറയുന്നത് CPM-നെ സംബന്ധിച്ചോളം ഏറ്റവും നാണക്കേടുണ്ടാക്കുന്നതിനാ. ഒരു തവണയെങ്കിലും പിന്നെ പോയിട്ടുണ്ട്. കേരളം ത്രിവർണ്ണ കരങ്ങൾ തൂക്കുമോ എന്നുള്ള കാര്യമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുവപ്പ് കരങ്ങൾക്ക് തൂക്കാനുള്ള സാധ്യതയില്ല, ഇല്ലേ? ത്രിവർണ്ണ രാവിലെ 12 മണിക്ക് പറയാൻ പറഞ്ഞു. 9:39 ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന അവസ്ഥ തന്നെ. ഇനി കൃത്യമായിട്ട് ഈ പറഞ്ഞ കണക്ക് ലീഡ് നല്ല മാറ്റങ്ങൾ ഉണ്ടാവുമെങ്കിലും വളരെ കൃത്യമായ ആധിപത്യം കേരളത്തിൽ UDF സ്ഥാപിക്കുകയാണ്. 97 ഇടങ്ങളിൽ കൃത്യമായ ലീഡ് ഉയർത്തിക്കൊണ്ട് UDF കേരളത്തിനൊപ്പം. കടന്നപ്പള്ളി രാമചന്ദ്രൻ പിന്നിലാണ്, കളമശ്ശേരിയിൽ പിന്നിലാണ്, അതുപോലെ തന്നെ പറവൂരിൽ വീണ്ടും NDA 5 ആക്കി. NDAയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമാണ്, വളരെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. അവിടെ അനൂപ് ആന്റണി പ്രധാനമന്ത്രിയുമൊക്കെ ഏറ്റവും അടുപ്പമുള്ള, അല്ലെങ്കിൽ അത്തരത്തിലൊക്കെ വലിയ ജനശ്രദ്ധ ആകർഷിച്ച ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം തിരുവല്ലയിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ടാണ് ആ ഒരു മണ്ഡലത്തിൽ വോട്ടെണ്ണൽ ആരംഭിച്ചതിന് ശേഷം തന്നെയാണ് അവിടെ ലീഡ് ചെയ്തിരുന്നത്. ആദ്യമായി NDA അവിടെ ലീഡ് ചെയ്യുന്നു. NDA സംബന്ധിച്ചിടത്തോളം മൊത്തത്തിൽ കേരളത്തിൽ വളരെ ആശ്വാസം നൽകുന്ന ഒരു ചിത്രം, അല്ലേ? അനുകൂലമായ തരംഗമൊന്നുമില്ല, ഒരിക്കലും ഇല്ല. പക്ഷേ ഈ പറഞ്ഞ വളരെ ആശ്വാസം കൊടുക്കുന്ന ലീഡ് നില ഉയർത്താൻ തുടക്കം തൊട്ടേ കഴിയുന്നുണ്ട്. അല്ല, NDA സംബന്ധിച്ചോളം 5 എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കേരളത്തിൽ NDA സംബന്ധിച്ചോളം 5 എന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. കാരണം ചരിത്രത്തിൽ ഇന്നേ വരെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലഘട്ടം മുതൽ, അതായത് കേരള രൂപീകരണത്തിന് ശേഷം ഇന്നേ വരെ ഈ പറഞ്ഞ 1, 2 എന്നുള്ള വന്നിട്ടില്ല. 5 ഇടങ്ങളിൽ വളരെ ആശ്വാസകരമായിട്ട് തന്നെ തുടക്കം മുതൽ എങ്ങനെയാണോ ലീഡ് നില ഉയർത്തിക്കൊണ്ട് പോകുന്നത് ആ രീതിയിൽ 4, 5 എന്നുള്ള കൃത്യമായിട്ടുള്ള NDAയുടെ ക്യാപ്റ്റൻ രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പല്ലേ? കാരണം ഒരു ബിസിനസ്മാൻ, ഒരു കോർപ്പറേറ്റ് മാൻ ഇവിടെ വന്നിട്ട് കൃത്യമായ ഒരു പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി 5 സ്ഥലത്ത് ഈ ലീഡ് നില ഉയർത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ രണ്ടുപേർക്കും ചോദിക്കുകയാണ്. അതായത് BJPക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു ആശ്വാസം കൊടുക്കുന്ന ഒരു ലീഡ് നില ഉണ്ടാകാനുള്ള ഒരു കാര്യം വളരെ പ്രത്യക്ഷമായിട്ട് വർഗീയ പരാമർശങ്ങളൊക്കെ പറഞ്ഞു പോയിടത്ത് നിന്നും വികസനം പറയുന്ന ഒരു ട്രാക്കിലേക്ക് BJP കാര്യങ്ങൾ മാറ്റി. ഇവിടെ വർഗീയത ഏൽക്കുന്നില്ല, അത് തിരിച്ചടിയാകുന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അവിടെ സ്ട്രാറ്റജി മാറ്റിയിട്ടുണ്ട്. അത് ഒരു പരിധിവരെ അവർക്കൊരു മുന്നേറ്റം കൊടുത്തൊരു കാര്യമായോ? രാജീവ് ചന്ദ്രശേഖർ ഇവിടെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞിരുന്നത്, ഞാനത് കൃത്യമായി കൊണ്ടുപോകും, എനിക്കറിയാം എങ്ങനെ കൊണ്ടുപോകണം. അതായത് അന്ന് കൂടുന്നത് BJP പ്രവർത്തകർ പോലും കുറ്റം പറയുന്ന കളിയാക്കുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി കൃത്യമായി 5 ഇടത്തിൽ ആലോചിക്കണം. രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചു കഴിഞ്ഞു. ആദ്യമേ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നേ സ്വയം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് കൃത്യമായി ലീഡ് ചെയ്യുന്നു. രാജീവ് ചന്ദ്ര നേതൃത്വം കൊടുത്ത BJP അല്ലെങ്കിൽ NDA പലയിടത്തും വ്യക്തമായ ലീഡ് നേടുന്നു. എന്നാൽ 2020 ഇല്ല. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ 2000 വോട്ടുകൾക്ക് ഇപ്പോഴും മുന്നിൽ തന്നെയാണ്. 2000 വോട്ടുകൾ ഒരു ഘട്ടത്തിൽ പോലും UDFന്റെ സ്ഥാനാർത്ഥി അവിടെ മുന്നിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥി മുന്നിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അവിടെ
NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്നെ പാലക്കാട്. ഞാനൊരു കാര്യം കൂടി പറയാം, ഒരു കാര്യം കൂടി. അവിടെ NMR റസാഖ്, രമേശ് പിഷാരടി, അതുപോലെ ശോഭാ സുരേന്ദ്രൻ, ഈ 3 പേരാണ് സ്ഥാനാർത്ഥികളുടെ. പക്ഷേ അവിടുത്തെ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ശോഭാ സുരേന്ദ്രന്റെ പേരെ പറയും. കാര്യം പറയുമോ, ശോഭാ സുരേന്ദ്രൻ സമയം മികച്ച രാഷ്ട്രീയ പ്രവർത്തകയാണ്, മികച്ച സംഘാടകയാണ്, മികച്ച പ്രാസംഗികയാണ്. ഒരു പക്ഷേ ഈ തീപ്പൊരി പ്രാസംഗിക നടത്തുന്ന BJPയുടെ ഏറ്റവും മികച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. 5 ഇടങ്ങളിൽ NDA ലീഡ് നിലനിർത്തുകയാണ്. എന്തായാലും കേരളം ത്രിവർണ്ണ കരങ്ങൾ തൂക്കി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് വരികയാണ്. 100 എന്നുള്ള സംഖ്യയിലേക്ക് അടുപ്പിക്കുകയാണ്. 98 UDF അവരുടെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. 98 മണ്ഡലങ്ങളിൽ പിണറായി വിജയൻ പിന്നിൽ, MP രാജേഷ് പിന്നിൽ, നമ്മുടെ ഏറ്റുമാനൂരിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി VM വാസവൻ പിന്നിൽ, ആറന്മുളയിലേക്ക് വരികയാണെങ്കിൽ മന്ത്രി വീണ ജോർജ് പിന്നിൽ. VD സതീശൻ പറഞ്ഞത് ഞാൻ തോക്കുകയാണെങ്കിൽ വനവാസത്തിന് പോകുന്നതാണ്. ഇപ്പൊ കേരളത്തിലെ മന്ത്രിമാർക്ക് വനവാസത്തിന് പോകേണ്ട അവസ്ഥയാണ്. വീട്ടിലിരിക്കേണ്ട സാഹചര്യമായി ഇല്ല, പലരും ഇല്ല. അതായത് വേറെ ഒരു കാര്യം, ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം, ഇത്തവണ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് പിണറായി വിജയന്റെ രാഷ്ട്രീയം കൂടി ഇതോടെ അവസാനിക്കണം. അത് എങ്ങനെയെന്ന് കൂടി പറഞ്ഞുതരാം. അയാൾ രാഷ്ട്രീയപരമായി പിന്നി പോകുന്നുള്ളതല്ല, അടുത്ത 5 വർഷം അത് കഴിയുമ്പോൾ പുതിയൊരു നേതാവാണ് LDF-ൽ ഉയർന്നു വരാൻ പോകുന്നത്. ഇനി അടുത്ത പിണറായി വിജയൻ അല്ല ക്യാപ്റ്റൻ, അടുത്ത ക്യാപ്റ്റനായി വരാൻ പോകുന്നത് എന്തായാലും പിണറായി വിജയൻ പ്രതീക്ഷിതാവില്ല. എന്തായാലും കേരളത്തിലെ LDF-ന് ഒട്ടും LDF-ന് അനുകൂലമായിട്ടുള്ള വിധി എഴുതില്ല എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിമറിയുകയാണ്. LDF 38 ഇടങ്ങളിലേക്ക് ചുരുങ്ങുമ്പോൾ UDF 97 ഇടങ്ങളിലേക്ക് 100 എന്നുള്ള ആ സംഖ്യയിലേക്ക് കടക്കാൻ വെറും 3 അക്കത്തിന്റെ മാത്രം വ്യത്യാസം. 97 ഇടങ്ങളിൽ കൃത്യമായിട്ടുള്ള ലീഡ് ഉയർത്തുകയാണ്. ഏത് നിമിഷവും സംഭവിക്കാൻ പോവുകയാണ്. ഈ പറയണക്ക് സെക്കൻഡുകൾ മതിയാവും ചിലപ്പോൾ. 97 ഇപ്പോഴും പിണറായി വിജയൻ പിന്നിലാണ്. ഇത്രയും നേരമായി ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞിരിക്കുന്നില്ലേ? അത് ചെറിയ കാര്യമല്ല, ചെറിയ ചരിത്രമല്ല ഇത്. ഈ ഒരു ചരിത്രം, ഈ ഒരു ലീഡ് നല്ല ശരിക്കും കേരളത്തിലെ ചരിത്രത്തിൽ ഇലക്ഷൻ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. കഴിഞ്ഞ നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ സമയത്ത് ഇവിടെ നരേന്ദ്രമോദി പിന്നിലായിരുന്നു. അറിയാവോ, ഇലക്ഷൻ വോട്ടെണ്ണുന്ന സമയത്ത് നരേന്ദ്രമോദി ഭയങ്കരമായിട്ട് പിന്നി പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുന്നിൽ കയറി വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നരേന്ദ്രമോദി പിന്നി പോകുമെന്ന് പറഞ്ഞാൽ അത് ചരിത്രമാണ്. അതുപോലെ പിണറായി വിജയൻ പിന്നി പോകുമെന്ന് പറഞ്ഞാൽ അതും ചരിത്രമാണ്. രണ്ടുപേരെ കമ്പയർ ചെയ്തല്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്നു, അത് പ്രധാനമന്ത്രി മുഖ്യമന്ത്രി. ഇതിനകത്ത് VD സതീശൻ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മുടെ മന്ത്രിമാര് വനവാസത്തിന് പോകണ്ട, ജയശങ്കർ പറഞ്ഞ പോലെ മന്ത്രിമാരെല്ലാം വനവാസത്തിന് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. സജി ചെറിയാൻ ലീഡ് ചെയ്യുന്നുണ്ട്. 1-2 മന്ത്രിമാര് ഒഴിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരുവിധം മത്സരിച്ച എല്ലാ മന്ത്രിമാരും ലീഡ് നിലയിൽ പിന്നിലാണ്. സുരേന്ദ്രന്റെ ലീഡ് 6834 ശോഭാ സുരേന്ദ്രൻ മുന്നിൽ പാലക്കാട് 7000-ലേക്ക് ശോഭാ സുരേന്ദ്രൻ അവരുടെ ലീഡ് ഉയർത്തുകയാണ്. ശരിക്കും വിവാദങ്ങളും വാർത്തകളും ഒന്നും ശോഭയെ ബാധിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരില്ല. ഏകദേശം ചിത്രം അതായിരുന്നെങ്കിൽ അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യം, ഇലക്ഷന് തലേ ദിവസം വീഡിയോ അടക്കം വരുന്നതാണ്. വോട്ടിനെ ഏതാണ് വോട്ട് മേടിക്കുന്നു. അത് ചിത്രങ്ങളല്ല, വീഡിയോ അടക്കം മുന്നിൽ വന്നിട്ട് പോലും അത് കൃത്യമായിട്ട് അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. 10,000-ലേക്കൊക്കെ അടുപ്പിക്കുമ്പോൾ ലീടുന്നില്ല എന്നുള്ള കാര്യം ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ പാലക്കാട് കണ്ടറിയേണ്ടതാണ്. മാറ്റുകൾ നടന്നിലാണ് മൂവാറ്റുപുഴയിൽ 1666 വോട്ടുകൾക്ക്. കേരളത്തിൽ വളരെ കൃത്യമായി തന്നെ UDF-ന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം, ഒരു നീല തരംഗം, ത്രിവർണ്ണ പതാക തരംഗം. പിണറായി വിജയൻ പിന്നിലായത് LDF-ന്റെ പഞ്ചായത്തിലാണ്. അതാണ് ഏറ്റവും വലിയ കാര്യം. ജനഹിതം 2026 powered by Medline Academy, NCLEX Saran classes for nurses and Achayans Gold. നിങ്ങളുടെ സ്വപ്നം USA, കാനഡ, ഓസ്ട്രേലിയ രജിസ്റ്റർഡ് നഴ്സ് ആകാനാണോ? NCLEX Saran എക്സാം വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ട അറിവുകളും സപ്പോർട്ടും വേൾഡിലെ തന്നെ നമ്പർ 1 ആയ മെഡ്ലൈൻ അക്കാഡമി നിങ്ങൾക്ക് നൽകുന്നു. മിസ്റ്റർ ഐൻസ്റ്റീൻ ഡെന്നിസിന്റെയും മിസസ് ടിൻസി മാത്യുവിന്റെയും പരിചയ സമ്പത്ത് നിങ്ങളെ സഹായിക്കുന്നു. മെഡ്ലൈൻ അക്കാഡമിക്കൊപ്പം നിങ്ങളുടെ നഴ്സിംഗ് കരിയർ ഭദ്രമാക്കാം. സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണമെടുത്ത് ഉയർന്ന വിലയിൽ വിൽക്കുവാൻ സഹായിക്കുന്നു. 21 വർഷങ്ങൾ, 45-ൽ പരം ബ്രാഞ്ചുകൾ. അച്ചയൻസ് ഗോൾഡ്, കോട്ടയം, എറണാകുളം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട.